മാഷെ. പണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എങ്ങനെ ഇരിക്കുന്നു? അല്ല മാഷിന്റെ ക്ലാസ് നിങ്ങൾ ഇരുന്നേന്ന് പറഞ്ഞാണേ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? വലിച്ചോണ്ടിരിക്കുന്നു. അതല്ല ജീവിതം രണ്ടും. ഒരംശം പോലും വെറുതെ വിടരുത്. നിനക്ക് ക്യാൻസർ വന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം. മാഷ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ വേട്ടക്കാരനാണ്, ഇടയ്ക്ക് വെടിവെക്കാം. നൈറ്റ് ക്ലാസ് അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത ലളിതം സുന്ദരം വത്സല. വത്സല ടീച്ചറായിട്ട് ഉണ്ടല്ലേ? അതല്ല, ഈ തത്വം ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയില്ലേ? ഞങ്ങൾക്ക് തോറ്റില്ലായിരുന്നു, വരാൻ പറ്റിയില്ല അല്ലേടാ. അല്ല മാഷെ, ക്ലാസ്സിൽ ഇപ്പൊ ചിക്സ് ഒക്കെ ഉണ്ട്. എന്ത് ഗുരു ശിഷ്യ ബന്ധം? അതിനപ്പുറത്തേക്കില്ല. ഇതുപോലുള്ള ആവാസന്മാരാണല്ലോ പഠിപ്പിച്ചെന്നാലേക്കുമ്പോ എത്ര ലജ്ജാവതി. എടാ, സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, വിളക്കാണ്. നിന്നെ പോലുള്ളവന്മാരാടാ യുവ തലമുറയ്ക്ക് ശാപം. ശാപം. ഇങ്ങനെ നാട്ടിലൊരെണ്ണെങ്കിലും വേണ്ട വേണമല്ലോ. എടാ, ഈ ഭാവിയെ പറ്റി ഓർക്കുമ്പോഴേ ഓർക്കരുത്. എന്നാലും എന്റെ ഭാവി ഇവിടെ. നിനക്ക് എങ്ങനെയാണോ ധൈര്യം വന്ന് എന്റെ മേത്ത് കൈവയ്ക്കാൻ? എടാ മോനെ, എന്തോ പ്രശ്നം? എന്തോ ചന്തിക്ക് പിടിച്ചെന്നേ എന്റെ തന്നെ. ലളിത സുന്ദരം വത്സല. തിരിഞ്ഞു നിന്നപ്പോ മുടി കണ്ട് പെണ്ണാന്ന് കരുതി പോയി. പെണ്ണായിട്ട് പിടിക്കോളോ? പണ്ട് പഠിപ്പിച്ചാന്ന് കരുതി. ഓ, പഠിപ്പിച്ചാണെങ്കിൽ നീ പിടിച്ചോ. മോനെ മോനെ വേണ്ട, വിട്ടേര്. നമുക്ക് ടൂട്ടോറിന്റെ ഫ്രണ്ട് ഇട്ട് കത്തിക്കാം. ലോക സുമിത്ര സുമന്തി ഭവന്തി നിങ്ങളുടെ പേരുമായിട്ട് ഇറങ്ങിയേക്കാ കമ്പി തത്വമായിട്ട് നടക്കണേ. ആരാ ചുറ്റിയിലേക്ക് എടുക്കുന്നതിനാ? ഒരു കൊട്ടേഷൻ. നിന്റെ വലത്തെ കൈയും ഇടത്തെ കാലും. ആര് വന്ന്? ഇത് മീനാക്ഷിയുടെ കാമുകനല്ലേ? നീ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കൈയിട്ടിളക്കുന്നതാണ് അവന്റെ പരാതി. അതുകൊണ്ടാ കൈ കൊണ്ട് ഞാൻ തരൂല. കയ്യറ. അണ്ണാ, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. അണ്ണൻ കല്യാണം കഴിഞ്ഞാണ്. അണ്ണന്റെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ചുരിദാർ മേടിച്ചു കൊടുത്തു. അപ്പൊ അണ്ണന്റെ ഭാര്യയ്ക്ക് ആരോടാ സ്നേഹം? ഭർത്താവ് എന്നോട്. അല്ല, ചുരിദാർ വാങ്ങിച്ചു കൊടുത്ത എന്നോട്. ഞാൻ അറിയാതെ എന്റെ ഭാര്യക്ക് നീ ചുരിദാർ വാങ്ങിച്ചു കൊടുക്കുന്ന. എന്റെ അണ്ണ ഞാൻ ഒരു ഉപമ പറഞ്ഞാണ്. അങ്ങനെ നീ എന്റെ ഭാര്യ വെച്ച് ഉണ്ടാക്കണ്ട. അണ്ണ, ഈ മീനാക്ഷിയുടെ കാര്യം തന്നെ. അവളുടെ കാമുകൻ അവൾക്ക് ഇച്ചിരി കെയർ കൊടുക്കുന്നുള്ളൂ. ഞാൻ ഒത്തിരി കെയർ കൊടുക്കും. ഒരു തണുത്ത പരിവായി പോയല്ലേ. ഡേറ്റ് കഴിഞ്ഞ് എന്ത് തോന്നുന്നു? ഇതല്ല നിന്റെയൊക്കെ അവസ്ഥ. അണ്ണ, വേറൊരു ഉദാഹരണത്തിന് അണ്ണന്റെ ഭാര്യയെ തല അടിച്ച് പൊളിക്കും ഞാൻ നിന്റെ. എന്നാ അണ്ണന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ. അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി അണ്ണ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി. അത് നീ എങ്ങനെ അറിഞ്ഞു? കെയറിങ് ഉണ്ടല്ലേ? അതിനാണ് കെയറിങ് എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ. അപ്പൊ ആ ചേച്ചി കിട്ടിയൊരു സന്തോഷം ഉണ്ട്. സ്വന്തം ഭർത്താവിന് കൊടുക്കാൻ പറ്റുമോ അത്? ഇല്ല. കണ്ട അവിധം പറഞ്ഞ എന്നെ മൂപ്പിക്കുന്ന കയ്യറാവളപ്പോൾ കണ്ടി. അണ്ണ എത്ര കൊട്ടേഷൻ ഉറപ്പിച്ച്? 5000 ഒരു ചിക്കൻ ബിരിയാണി ഒരു കൂട്ടറും. ഞാൻ 10000 രൂപ 2 ചിക്കൻ ബിരിയാണി ഒരു ഫുള്ളും തരാം. അപ്പൊ നീ ഇതാ പിന്നെ ഇതാ വരുന്നത് കൈ അടിച്ചിട്ടരാ. അതെ, എന്താണ് കൂട്ടുകാരന്റെ ഭാര്യ രാത്രി കാണാൻ പോകുന്ന കെയറാണോ? പിന്നെ ഒന്നാം തരം കെയറാ അത്. ബോയ്സ്, അടുത്ത വർഷം നടക്കുന്ന ഒളിമ്പിക്സ് മത്സരത്തിൽ നിങ്ങൾ 4 പേരിൽ ഒരാൾ മത്സരിക്കും. ഞാൻ പോവാം സാർ. ഞാൻ പോവാം സാർ. ഞാൻ പോവാം സാർ. ഞാൻ പോകും സാർ. ഞാൻ പോകാൻ പോകുന്നു. സാറേ, ഒരാളെ പറയുമ്പോൾ 4 കൂടിയിട്ട് തീരുവാണോ എന്തിനു? സാർ ഞാൻ പോവാം സാർ. ഞാൻ അവൻ പറന്നങ്ങെത്തും. തെക്കൻ കാറ്റ് വീശുമ്പോഴായിരിക്കും. എന്താ സാറേ എന്നെ വിട്ടാല്? ഞാനും ഫീസൊക്കെ തന്നാ പഠിക്കുന്നത്. ഒരു 5 പുഷപ്പ് പറ്റൂല, വയറുവേനെ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഡയറ്റ് എടുക്കാൻ. ഞാൻ ഒരേ കഴിക്കുന്നുള്ളൂ. എന്തോന്നു മന്തി. നിന്റെ ചന്തി നോക്കി തരും ഞാൻ. 2 ദിവസം തിന്നാനുള്ള ഒരു നേരം കയറ്റുന്ന. നിങ്ങൾ 4 പേര് ഒന്നിനൊന്നും മികച്ച തോൽവികളായുണ്ട്. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ് സാർ. ഒരു തോൽവി കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. 1, ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര ഉണ്ടുണ്ട്? 2. നിന്റെ നല്ല ചോദിച്ച 3. എടാ 5. അതാ പറഞ്ഞ 2, 3, 5. ഇതെന്തിനാന്ന് മനസ്സിലായോ? നിന്റെ തന്തയ്ക്ക് വിളിച്ചതാ ഞാൻ. രണ്ടാമത്തെ ചോദ്യം, ഡാ ആ ഓടുന്നതിന് മുമ്പുള്ള സ്റ്റാർട്ടിംഗ് പോസ്റ്റ് ഒന്ന് കാണിയറ. പെട്ടെന്നാവട്ടെ. ഇതെന്തോന്നറാ പല്ലി കാട്ടവിടെ ഇരിക്കുന്ന. മൂന്നാമത്തെ ചോദ്യം, ഓടുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കുന്നത്? പല കാരണങ്ങളുണ്ട് സാർ. 1, നല്ല ടേസ്റ്റാണ്. 2, ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് പൊരിയരിയൊന്നും കൊണ്ട് സ്പോൺസർമാർ കൊണ്ടുതരും. പിന്നെ പാക്കറ്റിലാണ്. വിസിലടിക്കുന്നില്ലേ സാർ? കാര്യമില്ല, എങ്ങനെയാലും കരുതട്ടുണ്ടെന്ന്. നിന്നൊക്കെ ഒളിമ്പിക്സിൽ പോയിട്ട് ഓണപരിപാടിക്ക് പോലും ഓട്ടിക്കാൻ കൊള്ളത്തില്ല. ക്ലാസ് ഡിസ്പേഴ്സ്. സാറേ, കാല് കോച്ചി പിടിച്ച് ഞാൻ എന്തോ വേണം? സത്യം പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. സത്യം. അവന്റെ കയ്യിലൊരു സിഗരറ്റിന്റെ പാക്കറ്റ് ഇരിക്കുന്നു. പുത്ര, എന്താ കയ്യിലെന്തോ ഒരു പാക്കറ്റ് സിഗരറ്റ്. ഇതെന്താ അപ്പൂപ്പന്? നമ്മള് പ്രായമൊക്കെ കഴിഞ്ഞ് തന്നെ വന്നത്. പിന്നെ ജനിക്കുമ്പോഴേ കൂടുതൽ നേരം കാണൂലല്ലോ മാവ. അല്ലെങ്കിൽ ഇവന്റെ ഒന്നും തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല സുഗുണ. അതൊക്കെ നമ്മുടെ തലമുറ, സുവർണകാലം. ചെറിയോട്ട് ഇത് വട്ടമല്ലടാ, ചതുരം ചതുരം. കാണാവോ? സോപ്പ് തേക്കുന്നേ ഉള്ളൂ. ഇനി നീ ഇറങ്ങി ഞാൻ കണ്ട്. നീ തോർത്തുമ്പോ കണ്ടാ മാറി. വെള്ളം വരുന്നുണ്ടോ നോക്കാൻ വന്നേണേ.
ഇത് നിനക്ക് വലിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛന്റെ പേരെന്തോ? സുരേന്ദ്രൻ. സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ. രാജേന്ദ്രൻ. നിന്റെ അപ്പൂപ്പൻ സുരേന്ദ്രന്റെ മോനെ. നേരെ ഇടുന്നൂടെ എന്നെ പോയി. അത് അണ്ടി ആപ്പീസുള്ള രാജേന്ദ്രന്റെ മോനെ. അപ്പേട്ടണ്ടിയാണ് അത്. കുറച്ച് അണ്ടി കടം ചോദിക്കാൻ. ഞാൻ ഒരു മിനിറ്റ്. അച്ഛൻ എങ്ങനെ അണ്ടിയൊക്കെ വരുന്നുണ്ടോ? എന്ത്? അയ്യോ അതല്ല, അച്ഛന് പുറത്തുനിന്ന് അണ്ടി വരവുണ്ടോന്ന്. ആ കുഴപ്പമില്ല. എന്തുവാടാ നിന്റെ ഇടത്തേക്ക് അവളൊരു ഷോപ്പ്? നമുക്കത് വലത്തേക്ക് അവളൂടാക്കിയാലും. അക്കോടി കവളി മാത്രല്ലടാ ചോമ്പ്. കൈ കൂപ്പി നിന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ്റെ അടുക്ക്. അച്ഛനെ അറിയൂ? പിന്നെ ഇതുകൊണ്ട് അപ്പൂപ്പനോട് കളം വലിച്ച് ചാവട്ട്. പഴയ തൊട്ടിച്ചാടികളായിരിക്കും. 4 തരം വന്നപ്പോ എന്നെ ഉപദേശിക്കാൻ നടക്കുന്നു. ബോംബ് പോട്രാ. എന്റെ നെഞ്ചത്തിട്ട് പൊട്ടിയിട്രാ. അണ്ണ നമ്മ ആള് 2 ഗുണ്ട പോട്രാ. കവാലക്കുറ്റി അടിച്ച് ഞാൻ തിരിക്കും. ഏതാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് പടക്കമായിട്ട് വന്ന ഗുണ്ടു തരും. എടാ നിനക്കൊക്കെ രാത്രി ഇട്ട് പൊട്ടിച്ചോട്, ഈ രാവിലെ ഇട്ട് ഉണ്ടാക്കുന്ന എന്തിന്? അണ്ണേ ഇത് വെറും സാമ്പിൾ. രാത്രി പെരിയ ഗുണ്ട് അമിട്ട് എല്ലാവർക്കും, ഇൻക്ലൂഡിംഗ് മൈ ഫയർ ഡാൻസ്. ഇവന്മാര് നാട് കത്തിക്കും. എന്തോന്ന് ചെയ്യുന്നേ? വാണം ഇടുന്നു. നീ നിന്റെ വീട്ടിൽ പോയി വിട്ടാ മതി. ഈ വിടുന്ന വാണം വേറെ വല്ലവരുടെ വീട്ടിൽ പോയി കയറി. എടാ ഒരു വാണം ഇടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഇവിടെ. എടാ നിനക്കൊക്കെ സൗണ്ട് ഇല്ലാത്ത പടക്കം പൊട്ടിച്ചൂടെ? സൗണ്ട് ഇല്ലാത്ത പടക്കോ? അണ്ണ ഇങ്ങ് വാ. இந்த சவுண்ட் போதுமா? മതി. இனியும் கொஞ்சம் வேணுமா? വേണ്ട വേണ്ട വേണ്ട. ஆனா இந்த மாதிரி படக்கம் இல்லே. படக்கம்னா படக்குன்னு இருக்கணும். സോറി അണ്ണ, പൊരി ഉണ്ടോണ്ടെങ്കിൽ എറിഞ്ഞ. ഈ പൊരിമണി അറിയാത്തടാ നീ പടക്കം കൊണ്ട് കൊടുത്തത്. നിനക്ക് 5 പൈസയുടെ ബുദ്ധി ഉണ്ടടാ വാളി. ഇനി നീ ഇവിടെ പടക്കം പൊട്ടിച്ചാൽ രാത്രി ഫയർ ഡാൻസ് ഞാൻ കളിക്കും. കോല് കൊണ്ടായിരിക്കില്ല, നിന്നെ വെച്ച് കാവർക്കി പായല. அந்த பெருச குறா இவன்டேக்க வாயிலிட்டு പൊട്ടിച്ചാലേ ശ്രീയാവും. സത്തപ്പോ ലൈറ്റർ അല്ലേ അണ്ണാ പോയത്? ഗുണ്ടതൊരു അന്തരിച്ചു. 25 വയസ്സ്. പൂരം നക്ഷത്രം. ഇന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചേ? ഫോണിൽ കൂടെ അവള് പ്രസവിക്കോടാ. മോനെ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. കൊച്ചച്ഛൻ എന്തേലും? ഇന്ന് എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുവോ, എക്സിറ്റ് അടിച്ചു വരുവോ. എക്സിറ്റാ? ആന്തരി പരിപാടി. അങ്ങനെ എന്തോ ഉദ്ദേശിച്ച എക്സിറ്റ് അടിച്ചത്? ഇവന്റെ പഠിപ്പ്, എന്റെ പിഴപ്പ്, അതൊക്കെ തീരാതെ എങ്ങനെ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എയർപോർട്ടിലോട്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ പോവുക. വന്നാ വീട്ടിൽ കയറണ്ട. അതിരി കൂടുതലല്ലോ, മിണ്ടണ്ട. പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടല്ലോ. രാത്രി പൊട്ടിക്കാൻ. മൈ ഹറാമീസ്. കേറി പോരുത്. അതേ പെട്ടി, ചുമന്ന ഉടുപ്പ്, വിത്ത് കൊടവേറി. എനിക്ക് ഉറപ്പാ ഇങ്ങനെ അവിടെ പണിക്കല്ല പോയത്. 20 വർഷം ഞാൻ അവിടെ പണി ചെയ്തോണ്ടിരുന്നതാണ്. അച്ഛൻ എന്തുവായിരുന്നു അവിടെ പണി? അറബിയുടെ വൈഫിന്റെ കൂടെ വൈഫിന്റെ കൂടെ അവരുടെ കൂടെ മാളിൽ പോവാ, ഷോപ്പിങ്ങിന് പോവാ, ഡേറ്റിന് പോവാ. ഡേറ്റാ അല്ല ഡേറ്റ്സ്, ഈത്തപ്പഴം പറിക്കാൻ പോവാ. അപ്പൊ അവൾ അറബിയോ? അറബി പിസ്ത പറിക്കും. പറിച്ച് അതവിടെ നിൽക്കട്ടെ. നിന്റെ ഉദ്ദേശം എന്തുവാ? ഉത്തരം മുട്ടുമ്പോ ഒരുമാതിരി ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. 9 വർഷമായിട്ട് പഠിച്ചിട്ടും പാസ്സായില്ല. നിന്റെയോ? എന്റെ പഠിപ്പ് കഴിഞ്ഞില്ലല്ലോ. പഠിച്ചിറങ്ങിയോളാം ഡോക്ടർ. നിനക്ക് ഞാൻ ഒരു വിസ അടിച്ചു വെച്ചിട്ടുണ്ട്. വിസയാ? അടുത്ത ആഴ്ച ടിക്കറ്റ്. ഇനി മുതൽ എന്റെ പ്രാരാബ്ദവും സാമ്രാജ്യവും നീ നോക്കണം. എനിക്കോ? എന്റെ ഇളയ മോനെ ഡേറ്റ്സ്. താങ്ക്സ്. മാഫി മുഷ്കി ഒന്ന് കുളിക്കട്ടെ, മുക്കി നിൽക്കുക. ഇതാ അറബിച്ചിടാൻ കണ്ട്. എടാ ഈ 2 ഈത്തപ്പഴം കൊണ്ടുവരാണ് അങ്ങ് 25 വർഷം അവിടെ കിടന്ന് തൊലിച്ചത്. ഇനി എന്നോട് പോവാൻ. ചേട്ടൻ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അച്ഛാ പെട്ടി. പോടാ പട്ടി. ഇത് വേണോ? വേണോന്നോ? നിന്റെ എത്ര രൂപ പൊട്ടിയത്? 13,356. 200 രൂപ നമ്മൾ വെച്ചാൽ തരാൻ വയ്യ. ഹും അച്ഛനെ വിളിയടാ. ഇതാണ് അച്ഛൻ. ഇതെന്ത് ഇപ്പൊ പറ്റിട്ടെ? ആരാ പപ്പാ? അറിയില്ല. ടു ബ്ലഡി ബഫലോസ്. ചോദിക്കാം. യു ടു ഹൂം? വി ടു ഹും. ഞങ്ങൾക്ക് തന്നോടല്ലേ സംസാരിക്കണം, തന്റെ മോളോടാ. മൈ ഡോട്ടർ. തന്റെ ഡോട്ടർ എന്റെ ഫ്രണ്ടിനെ 1 മാസമാണ് പ്രേമിച്ചിട്ട് വഞ്ചിച്ചത്. നീ ഇന്നലെ ഈ സാധനത്തിന്റെ ഫോട്ടോ അല്ലല്ലോ എനിക്ക് കാണിച്ചു തന്നെ. അതിപ്പോഴത്തെ എന്റെ മോളങ്ങനെടാ ഈ പെങ്കുത്തിനെ പ്രേമിക്കുന്ന ഫൂൾ. കളിയാക്കരുത്. ചെറുക്കൻ താടി മിശയില്ലെന്നേ ഉള്ളൂ, അവൻ പുലി കുട്ടിയാ. അല്ല, യുവതി യുവാക്കളെ അമ്മ പ്രേമിച്ചെന്നിരിക്കും, പറ്റിച്ചെന്നിരിക്കും. പറ്റിക്കുന്ന മര്യാദയ്ക്ക് പറ്റിക്കണം. ചെറുക്കന്റെ 13,300 എത്രടാ? 56. അത്ര രൂപയാ പോയത്. അവൻ മാത്രമൊന്നുമല്ല, ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്? ലൈം ജ്യൂസ്. അപ്പൊ ലൈം ജ്യൂസും കൂച്ച്. മോള് 10-35 ഫലൂഡ ആയിട്ടില്ല, അവ ഒരു ലൈം ജ്യൂസ് കുടിച്ചാനേ യാ കുഴപ്പം. ഞാൻ പറഞ്ഞു അവനോട് എനിക്ക് ഫലൂഡ മേടിച്ചു തരാൻ. നീയല്ലേ പറഞ്ഞ ഫലൂടെ ഫേവറേറ്റ് എന്ന്. ഇവിടെ എന്താ പറഞ്ഞാണ് അതിനെ ബ്രേക്കപ്പ് ചെയ്തത്? അച്ഛന് ബ്ലോക്കാണ്. ഹാർട്ടില് ചുമ്മാ. ഇങ്ങേർക്ക് ബ്ലോക്കാ, വാട്സാപ്പിലായിരിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരിച്ചിട്ടാ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്ര കാശ് എടുക്കാൻ കാണില്ല. ഗൂഗിൾ പേ ആയാലും മതി, ഗൂഗിൾ പേ എല്ലായിടത്തും വർക്ക് ചെയ്യും.
അപ്പുറത്തല്ല അപ്പുറത്ത്. അയ്യോ പപ്പ നോക്കി നിൽക്കാതെ ഒന്ന് രക്ഷിക്കടാ. നമ്മളിപ്പോ പോയി ആ ചെലവ് നമ്മുടെ ആയിരിക്കും. നീ വാ പപ്പ. നിന്റെ പപ്പയൊന്നും അല്ലല്ലോ. പോയി. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഹാർട്ട് വെച്ച് കളിക്കരുതെന്ന്. ഇല്ല അടുത്തോട്ടം കിഡ്നി ആക്കാം. എന്റെ വക്കീലെ പണ്ടങ്ങനെ കുറെ തോന്നിയ ദിവസം കാണിച്ച് ജയിലിൽ കയറുമ്പോൾ ജാമ്യത്തിറക്കാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. 5-10 രൂപയൊന്നും അല്ല എന്റെ മുടങ്ങിയത്. എന്റെ ജോമോനെ നീ നിന്റെ അച്ഛന്റെ അവസ്ഥയോട് മനസ്സിലാക്കണ്ടേ? എന്തോന്ന് അവസ്ഥ? പണ്ട് കണ്ടന്റെ നെഞ്ചത്ത് കയറുമ്പോൾ ആലോചിക്കണം തിരിച്ച് ചന്തിക്കും വെട്ട് കിട്ടുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ആസ്തിയുടെ 75% എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. മെല്ലെ 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 അവിടെ അതെ ആ സ്വത്തൊക്കെ ഇങ്ങനെ എഴുതി തരണേ. ഒന്നുമില്ല. മാറ്റിച്ചായോ എന്നാ ഉണ്ട്? ഭയങ്കര സുഖം. വൈകിട്ട് ഇനി നീന്താനൂടെ പോണോന്ന്. വക്കീലെ എന്താന്ന് വെച്ചാൽ മേടിച്ചു. മാറ്റിച്ചായ കണക്ക് പ്രകാരം ഈ വീടും വസ്തുവും 2 ഏക്കർ സ്ഥലവും പിന്നെ ആ സബർജില്ലി തോട്ടവും ആർക്കാ? ചായ. എന്റെ വക്കീലെ ഇങ്ങനെ വാറും നിങ്ങൾ സ്ഥലം വീതം വെക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇങ്ങനെ ആകെ വാർക്കുന്നത് ചായേ വടൈ പഴംപൊരി ഇങ്ങനെ പോയാൽ ഞാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിരുത്തും. 10 കാശുണ്ടാക്കായിരുന്നു. ആ നീ ഉണ്ടാക്കും കുറെ. എന്റെ പൊന്നപ്പനാടാ അത്. എന്റെ പൊന്നു വക്കീലെ ഒന്ന് വീതിക്ക്. മാറ്റിച്ചായോ നാട്ടിനപ്പനുസരിച്ച് വീടും വസ്തുവും ഇളയമകനുള്ളതാണ്. ആ ഓക്കെ നാട്ടുകാരെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ സബർജില്ലി തോട്ടം മൂത്തമാരുടെ കിട്ടെ. അതേത് നാട്ടുകാരൻ പറഞ്ഞു? ഞാൻ ഇടുക്കിക്കാരൻ. നിങ്ങളുടെ കൂടെ ഞാൻ അപ്പനോട് സംസാരിച്ചിട്ട് താവരുന്നു. ഇത്രയും കുഴപ്പം പിടിച്ചൊരു കേസ്. പുള്ളിയുടെ എഴുത്ത് പ്രകാരം വീടും വസ്തുവും 2 ഏക്കർ സ്ഥലവും ഇളയമാനുള്ളതാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പുള്ളി ഇടയ്ക്ക് തേനിയിൽ തേനെടുക്കാൻ പോകത്തില്ലേ, അവിടെ പുള്ളിക്ക് ഒരു ചിന്ന വീടുണ്ട്. അവിടെ ഒരു ചിന്ന പയ്യനുണ്ട്, അതാണ് ഇളയ മകൻ ചിന്നാടൻ. പിന്നെ സബർജലി തോട്ടം മൂത്ത മോനെ ആട്ടം നിർത്ത്. പുള്ളി ഇടയ്ക്ക് വേളാങ്കണ്ണി തൊഴാൻ പോകത്തില്ലേ, അവിടെ ഒരു മൂത്ത വീടുണ്ട്. അവിടെ ഒരു മൂത്ത പുത്രനും ഉണ്ട്, അവനാണ് മുത്തച്ചാമി. എല്ലാം തീർപ്പായില്ലേ?